നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. പതിനഞ്ച് വയസ്സുള്ള ആൺകുട്ടി നഗരത്തിലെ ഒരു പ്രമുഖ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. അച്ഛനും അമ്മയും സർക്കാർ ഉദ്യോഗസ്ഥരാണ്. നല്ല ചുറ്റുപാടുകളുള്ള കുടുംബമാണ്. അതുകൊണ്ട് തന്നെ നഗരത്തിലെ ഒരു വലിയ സ്കൂളിലാണ് അവൻ പഠിക്കുന്നത്. പഠിക്കാൻ വളരെ മിടുക്കനായിട്ടുള്ളൊരു കുട്ടിയുമാണ്. 10ാം ക്ലാസ്സിലെ ക്ലാസ് തുടങ്ങി ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞ് ഒരു ദിവസം ഒരു വിചിത്രമായ സംഭവം നടന്നു. ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ കുട്ടി പെട്ടെന്ന് എഴുന്നേറ്റ് ഇറങ്ങി ഓടുകയാണ് ക്ലാസ്സിൽ നിന്ന്. എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. അതിന് തൊട്ട് മുൻപ് ആരും അവരോടൊന്നും സംസാരിച്ചിട്ടുമില്ല, അധ്യാപകർ ചോദ്യം ചോദിച്ചിട്ടുമില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. വെറുതെ എഴുന്നേറ്റ് ഓടുന്നു. അപ്പോൾ ആ കുട്ടി ഓടാൻ തുടങ്ങിയപ്പോൾ ബാക്കിയുള്ളവരെല്ലാം കൂടെ പുറകെ ഓടി. ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവനെ പിടിച്ചു. എന്തിനാണ് നീ ഓടിയതെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് ആ കുട്ടി ഒരുമാതിരി കൺഫ്യൂഷൻ അടിച്ച പോലെ ഇരിക്കുകയാണ്. ഞാൻ ഓടിയോ? ഞാൻ എങ്ങനെ ഇവിടെ എത്തി? നിങ്ങൾ എന്തിനാണ് എന്നെ പിടിച്ചിരിക്കുന്നത്? ഇങ്ങനെ ഒരു സ്ഥലകാലബോധവും ഇല്ലാത്ത പോലെ സംസാരിക്കുകയാണ്. ഈ വിവരം കുട്ടിയുടെ അച്ഛനമ്മമാരെ അറിയിച്ചു. അവർക്കും എന്താണ് കാര്യമെന്ന് മനസ്സിലായില്ല. സ്വാഭാവികമായും ഈ വെറുതെ ഒരു കുട്ടി ഇങ്ങനെ എഴുന്നേറ്റ് ഓടുകയൊക്കെ ചെയ്യുമ്പോൾ പ്രേതബാധയോ അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ആയിരിക്കാം എന്ന് അവർ വിചാരിച്ചു. അത്തരത്തിലുള്ള ചില ഇടപെടലുകൾ നടത്തുന്ന ഒരു മന്ത്രവിദ്യയൊക്കെ ചെയ്യുന്ന ഒരു ആളിൻ്റെ അടുത്തേക്ക് എത്തിച്ചു. അദ്ദേഹം ചില പൂജകളും ചില കർമ്മങ്ങളും ഒക്കെ ചെയ്തു. ഒരു പ്രേതബാധയുടെ ഒരു വിഷയമാണ് എന്ന് പറയുകയുണ്ടായി. പക്ഷേ ആ കർമ്മങ്ങൾ കഴിഞ്ഞ് ആ പ്രശ്നം മാറിയതായി പറഞ്ഞിട്ടും ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും സ്കൂളിൽ വെച്ച് ഇതേ സംഗതി ആവർത്തിക്കുകയാണ്. ഈ കുട്ടി പെട്ടെന്ന് ഇറങ്ങി ഓടുന്നു. അപ്പോഴും ഇവർ വീണ്ടും ആശയക്കുഴപ്പത്തിലാകാണ്. ഇതെന്താണിത് കാര്യം? ഈ പ്രേതബാധയാണെങ്കിൽ അത് മാറിയെന്ന് പറയുന്നു, എന്നിട്ടും ഇതിങ്ങനെ എന്തുകൊണ്ട് തുടരുന്നു? വീട്ടിൽ വെച്ചും ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടായി. വീട്ടിലിങ്ങനെ അച്ഛനും അമ്മയും എല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഇവൻ ഇറങ്ങി ഓടുകയാണ്. ആ ഓടുന്നത് ഏതാണ്ട് ഒരു മിനിറ്റ് നേരം ഓടും. അത് കഴിഞ്ഞിട്ട് അവിടെ എവിടെയെങ്കിലും അങ്ങ് വീണു പോവുകയാണ്. വീണു പോകുമ്പോഴത്തേക്ക് പുറകെ ചെല്ലുന്ന ആളുകൾ അവനെ പിടിച്ചുകൊണ്ട് വരുന്നു. എന്തിനാണ് ഓടിയെന്ന് ചോദിച്ചാൽ അവന് ഓടിയതായിട്ടേ ഓർമ്മയില്ല. അവനിങ്ങനെ ഇറങ്ങി ഓടുന്നതായിട്ട് അവന് ഓർമ്മയിലേ ഇല്ല എന്നുള്ളതാണ്. വീണ്ടും അവർ ആശയക്കുഴപ്പത്തിലായി. അവരൊരു കൗൺസിലറിനെ കാണിച്ചു. കൗൺസിലർ ആ കുട്ടിയോട് സംസാരിച്ചിട്ട് പറഞ്ഞത് ഇതൊരു പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞൊരു അവസ്ഥയാണ്, ഒരു ഉത്കണ്ഠ രോഗത്തിൻ്റെ ലക്ഷണമാണ്. ചില റിലാക്സേഷൻ പരിശീലനങ്ങളൊക്കെ നൽകി. ആ റിലാക്സേഷൻ പരിശീലനങ്ങളുമായിട്ട് 2-3 ആഴ്ച മുന്നോട്ട് പോയി. പക്ഷേ അപ്പോഴും ഈ ലക്ഷണങ്ങൾ തുടരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇറങ്ങി ഓടുന്നു. അപ്പോൾ സ്കൂളിൽ കുറച്ച് ദിവസത്തേക്ക് വരണ്ട എന്ന് പറഞ്ഞു വിട്ടു. വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ ഒരു ദിവസം ഒരു ചേഞ്ച് ആകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നാട്ടിലോട്ട് പോയി. നാട്ടിൽ ബന്ധുക്കൾ പലരുമുണ്ട്, കസിൻസ് പലരുമുണ്ട്. ഇവരെല്ലാവരും കൂടെ വൈകുന്നേരം ഒരുമിച്ചിരുന്ന് ഒരു ഡിന്നറൊക്കെ കഴിച്ചിട്ട് വെറുതെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു അപ്രതീക്ഷിത സംഭവം നടന്നു. ഈ 10ാം ക്ലാസ്സുകാരനായ 15 വയസ്സുള്ള ആൺകുട്ടി, ഈ ആൾക്കാരെല്ലാം ഇരിക്കുകയാണ്, ധാരാളം പുരുഷന്മാരും സ്ത്രീകളും അടക്കമുള്ള ബന്ധുക്കളുടെ ഒരു 10-20 പേര് ഉള്ള അവിടെ വെച്ച് പെട്ടെന്ന് അവൻ്റെ വസ്ത്രങ്ങൾ ഊരിക്കളഞ്ഞിട്ട് അവരുടെ മുൻപിൽ വെച്ച് സ്വയംഭോഗം ചെയ്യുന്ന പോലത്തെ ഒരു കാര്യം ചെയ്തു. ഇത് കേട്ടിട്ട് എല്ലാവരും കൂടെ നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ എന്താ സംഭവിക്കുക എന്നുള്ളത്. അവിടെയുള്ള സ്ത്രീകൾ ഒച്ച വയ്ക്കാൻ തുടങ്ങി. അവൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയ വടിയൊക്കെ എടുത്ത് ഇവനെ അടിക്കുന്നു. ഇതും ഏതാണ്ട് ഒരു മിനിറ്റ് നീണ്ടു നിൽക്കുന്നു. അത് കഴിഞ്ഞത് അവസാനിക്കുന്നു. അവനിങ്ങനെ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇത് എന്താണ് എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്. പക്ഷേ ഇത് ഇത്രയും ബന്ധുക്കളുടെ മുൻപിൽ വെച്ച് ഇങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ അത് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ടി വരുമല്ലോ. വീണ്ടും കൗൺസിലറിൻ്റെ അടുത്ത് പോയി. കൗൺസിലർ പറഞ്ഞു, ഈ കൗമാരപ്രായത്തിലുള്ള കുട്ടികൾക്കിത് മനസ്സിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ഈ ലൈംഗികമായ ചോദനകളുടെ ഒരു ബഹിർസ്ഫുരണമാകാം. അതുകൊണ്ട് തന്നെ വ്യായാമങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. നീന്തൽ പഠിപ്പിക്കണം. അപ്പോൾ പിറ്റേ ദിവസം നീന്തൽ പഠിപ്പിക്കാൻ വേണ്ടി സ്വിമ്മിംഗ് പൂളിൽ എൻറോൾ ചെയ്യുന്നു. നീന്തലിന് വിട്ടു. നീന്തലിന് അവൻ ചേർന്ന് ആദ്യത്തെ ദിവസം അവൻ നീന്തിക്കൊണ്ടിരുന്ന സമയത്ത് ആ നീന്തലിൻ്റെ ഇടയിൽ പെട്ടെന്ന് ആ കുട്ടി വെള്ളത്തിലേക്ക് മുങ്ങി താഴുന്ന പോലെ വരികയാണ്. അവിടെ നീന്തിക്കൊണ്ടിരുന്ന ഒരു കോളേജ് വിദ്യാർത്ഥിയായിരുന്നൊരു കുട്ടി ഇവനെ ഈ മുങ്ങിത്താഴുന്ന കണ്ട് ഇവനെ രക്ഷിച്ചു. ഇവനെ കരയിലേക്ക് കൊണ്ടുവന്നു, ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. ആശുപത്രിയിൽ കൊണ്ടുവന്ന് ആ മുങ്ങാൻ പോയതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു. അതിനുശേഷം ഡോക്ടർ വന്ന് നോക്കി. അപ്പോൾ ഇത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊരു ആശയക്കുഴപ്പം അവിടെയും ഉണ്ടായി. അതിനെ തുടർന്നാണ് ഞങ്ങളുടെ അടുത്തേക്ക് വിട്ടത്, ഒരു മാനസിക പ്രശ്നമാണോ എന്നറിയാൻ. അപ്പോൾ ഈ കുട്ടി പറയുന്നൊരു കാര്യം, അവൻ്റെ വയറ്റിൽ നിന്നൊരു കത്തൽ പോലെ മുകളിലോട്ട് ഇങ്ങനെ ഒരു തീഗോളം ഉരുണ്ട് കയറുന്ന പോലത്തെ ഒരു അനുഭവം വരുന്നു. പിന്നീട് തല പെരുക്കുന്നു. ആ തല പെരുത്തതിന് ശേഷം പിന്നെ എന്താ നടക്കുന്നതെന്ന് അവന് ഓർമ്മയില്ല. ഒരു മിനിറ്റ് 2 മിനിറ്റ് നേരം എന്താ നടക്കുന്നതെന്ന് അവന് ഓർമ്മയില്ല. ആ ഓർമ്മയില്ലാത്ത സമയത്താണ് അവൻ ഈ ഇറങ്ങി ഓടുകയും നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു സ്വയംഭോഗം പോലത്തെ ഒരു രീതി കാണിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ സാധാരണ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ടിത്
കോംപ്ലക്സ് പാർഷ്യൽ സീഷർ എന്ന് പറയുന്ന ഒരു അപസ്മാരത്തിൻ്റെ വകഭേദമാകാൻ സാധ്യതയുണ്ട്. നമ്മൾ അപസ്മാരം എന്ന് പറയുമ്പോൾ സാധാരണ കേട്ടിട്ടുള്ളത് കയ്യും കാലും ഒക്കെ ഇങ്ങനെ വെട്ടി വിറച്ച് വായിൽ നിന്ന് വെള്ളവും നുരയും പതയൊക്കെ വന്ന് നാവ് കടിച്ചു മുറിച്ച് ചിലപ്പോൾ തറയിൽ കടന്നു പോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ അത് അപസ്മാരത്തിൻ്റെ ഒരു വകഭേദം മാത്രമാണ്, ജനറലൈസ്ഡ് ടോണിക് ക്ലോണിക് സീഷർ എന്ന് പറയും. പക്ഷേ ഇവിടെ ഈ കോംപ്ലക്സ് പാർഷ്യൽ സീഷറിൻ്റെ പ്രത്യേകത തലച്ചോറിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് അമിതമായി വൈദ്യുതി പ്രസരണം ഉണ്ടാകുന്നതാണ് അതിൻ്റെ കാരണം. അത് ഈ ടെമ്പറൽ ലോബ് എന്ന് പറയുന്ന തലച്ചോറിൻ്റെ വൈകാരിക നിയന്ത്രണങ്ങളൊക്കെ കൈയാളുന്ന ആ ഒരു മേഖലയിലാണ് ഈ വൈദ്യുതി പ്രസരണം അമിതമാകുന്നതെങ്കിൽ 1 മിനിറ്റോ 2 മിനിറ്റോ ഒക്കെ നീണ്ടു നിൽക്കുന്ന പെരുമാറ്റ വ്യത്യാസങ്ങളായിട്ട്, ഒരുപക്ഷെ നേരത്തെ സൂചിപ്പിച്ച ഈ കുട്ടി പ്രദർശിപ്പിച്ചതുപോലെയുള്ള ചില പെരുമാറ്റ വ്യത്യാസങ്ങളായിട്ട് വരാം. അത് 1-2 മിനിറ്റേ നീണ്ടു നിൽക്കും, ഹ്രസ്വമാണ്. മാത്രമല്ല ആ സമയത്ത് കണ്ണൊക്കെ തുറന്നിരിക്കുന്നു, അവൻ ചലിക്കുന്നുണ്ട്, പക്ഷേ അവന് പൂർണ്ണമായ ബോധമില്ല. അവൻ ഈ ചെയ്യുന്ന കാര്യം എന്താണെന്ന് അവന് ബോധ്യമില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ കേട്ടിട്ട് ഞങ്ങൾക്ക് അതുപോലെ തോന്നി. EEG എന്നൊരു പരിശോധനയുണ്ട്, ഇലക്ട്രോ എൻകെഫലോഗ്രാം. അത് ഈ തലച്ചോറിലെ വൈദ്യുതി പ്രസരണത്തിൻ്റെ റെക്കോർഡിംഗ് ആണ്. ആ ഒരു ടെസ്റ്റ് എടുത്ത് നോക്കി, പക്ഷേ അത് നോർമലായിരുന്നു. പക്ഷേ അപസ്മാരമുള്ള വ്യക്തികളിൽ ഒരു 40% ആളുകൾക്ക് ചിലപ്പോൾ EEG നോർമലാകാനും സാധ്യതയുണ്ട്. ഞങ്ങൾ എന്തായാലും ഈ ഡിസ്ക്രിപ്ഷൻ, ഈ കോംപ്ലക്സ് പാർഷ്യൽ സീഷർ എന്ന രോഗത്തിൻ്റേതായതുകൊണ്ട് തന്നെ ആ രോഗത്തിൻ്റെ ചികിത്സയ്ക്കുള്ള ഒരു മരുന്ന് കൊടുത്തു. അത് ഫലിച്ചു. അത് കഴിച്ചു തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞതോടെ അവൻ്റെ ഈ ബുദ്ധിമുട്ടുകൾ കംപ്ലീറ്റ് മാറി. പിന്നീട് അവൻ ഇത്തരത്തിലുള്ള യാതൊരു പ്രശ്നവും കാണിച്ചിട്ടില്ല. അവൻ ഇറങ്ങി ഓടിയിട്ടുമില്ല. അവൻ ഈ പറഞ്ഞ പോലത്തെ അവസ്ഥകൾ ഉണ്ടായിട്ടുമില്ല. ഒരു 2 വർഷക്കാലം അവൻ ആ മരുന്ന് തുടർന്നു. അവൻ്റെ +2 വിദ്യാഭ്യാസം തീരുന്നത് വരെ അവൻ ആ മരുന്ന് തുടർന്നു. പിന്നീട് അവന് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അവന് ഈ അപസ്മാരം പോലത്തെ അവസ്ഥകൾ ആവർത്തിക്കാനുള്ള 2-3 പ്രധാന കാരണങ്ങൾ. 1, രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെടുന്നതാണ്. 2, ഈ സ്ക്രീൻ ഡിവൈസസ്, മൊബൈൽ പോലത്തെ ഡിജിറ്റൽ ഉപകരണങ്ങൾ രാത്രിയിലൊക്കെ വൈകി ഉപയോഗിക്കുന്നു. 3, ഡോക്ടർ പറയാതെ മരുന്ന് നിർത്തുന്നതുമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായൊരു ജീവിതശൈലി ക്രമീകരണം നിർദ്ദേശിച്ചപ്പോൾ ആ കുട്ടി നന്നായിട്ട് പോയി. അവൻ നന്നായിട്ട് പഠിക്കാൻ പറ്റി. +2 പരീക്ഷയ്ക്ക് വളരെ ഉന്നതമായ മാർക്ക് കിട്ടി. അത് കഴിഞ്ഞ് എൻട്രൻസ് ഒക്കെ എഴുതി അവന് ഒരു മെഡിക്കൽ സീറ്റ് കിട്ടുകയുണ്ടായി. കേരളത്തിന് പുറത്തുള്ള ഒരു പ്രമുഖ മെഡിക്കൽ കോളേജിൽ ഇന്ന് മെഡിക്കൽ വിദ്യാർത്ഥിയായിട്ട് ആ കുട്ടി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഹ്രസ്വനേരം മാത്രം നീണ്ടു നിൽക്കുന്ന പെരുമാറ്റ വ്യത്യാസങ്ങൾ, പ്രത്യേകിച്ച് ആ പെരുമാറ്റ വ്യത്യാസങ്ങൾ അത് കാണിക്കുന്ന ആളിന് കൃത്യമായ ഓർമ്മയില്ലെങ്കിൽ ഒരുപക്ഷെ അത് ഈ കോംപ്ലക്സ് പാർഷ്യൽ സീഷർ എന്ന ഒരു അപസ്മാരത്തിൻ്റെ വകഭേദമാകാം. അതുകൊണ്ട് അത് കൃത്യമായിട്ട് തിരിച്ചറിയണം, കൃത്യമായിട്ട് ചികിത്സിക്കണം. നന്ദി, നമസ്കാരം.